നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, വേൾഡ് കപ്പ് ആയല്ലോ. എന്താ നാളെ ബ്രസീലിൻ്റെ ക്യാമ്പ് തുടങ്ങുകയാണ്. അർജൻറ്റീനയുടെ ക്യാമ്പ് തുടങ്ങുന്നു. പല ടീമുകളും അവരുടെ ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി സന്നാഹ മത്സരങ്ങളുടെ വരവാണ്. യെസ്, ഓൾറെഡി പല ടീമുകളും സന്നാഹ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രമുഖ ടീമുകളുടെ സന്നാഹ മത്സരങ്ങളുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാണ്. ആദ്യം ഏറ്റവും അധികം തവണ വേൾഡ് കപ്പ് നേടിയ ബ്രസീലിൽ നിന്ന് തന്നെയാവട്ടെ. ബ്രസീലിൻ്റെ സന്നാഹ മത്സരം, വേൾഡ് കപ്പിന് മുമ്പുള്ള ഒരുക്ക മത്സരം, അത് മെയ് 31-നാണ്, ഈ വരുന്ന ഞായറാഴ്ച. ഞായറാഴ്ച ബ്രസീൽ കളിക്കാനിറങ്ങുകയാണെന്ന് മാറക്കാനയിൽ. ഇന്ത്യൻ സമയം പറഞ്ഞ ജൂൺ 1 പുലർച്ചെ 3 മണിക്ക് ബ്രസീൽ പനാമയ്ക്കെതിരെ ഏറ്റുമുട്ടുന്നു. അതാണ് ബ്രസീലിൻ്റെ സന്നാഹ മത്സരം. മാറക്കാനയിൽ ആ കളിക്ക് ശേഷം ബ്രസീൽ നേരെ USA പറക്കും. അടുത്ത സന്നാഹ മത്സരം അവർ കളിക്കുന്നത് US വെച്ചിട്ടാണ്. എതിരാളികൾ ഈജിപ്റ്റാണ്. ആ കളി ജൂൺ 6-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 7 പുലർച്ചെ 3:30 അവർ ആ സന്നാഹ മത്സരം കളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വേൾഡ് കപ്പ് മത്സരങ്ങളായി. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയുടെ സന്നാഹ മത്സരങ്ങൾ എന്നൊക്കെയാണ് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ്. അതായത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിലല്ല, മറിച്ച് ജൂൺ 6-നാണ് അവരുടെ ആദ്യ സന്നാഹ മത്സരം നടക്കുന്നത്. US വെച്ചിട്ടാണ്. എതിരാളികൾ ഹോണ്ടുറാസാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 7 പുലർച്ചെ 5:30 അർജൻറ്റീനയുടെ ആദ്യ സന്നാഹ മത്സരം. രണ്ടാം സന്നാഹ മത്സരം ജൂൺ 9-നാണ്. ജൂൺ 9 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ജൂൺ 10 പുലർച്ചെയാണ്. അർജൻറ്റീന ഐസ്ലൻഡുമായിട്ടാണ് ആ കളിയിൽ ഏറ്റുമുട്ടുന്നത്. അതാണ് അർജൻറ്റീനയുടെ 2 സന്നാഹ മത്സരങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ജൂൺ 17 പുലർച്ചെ അർജൻറ്റീന അൾജീരിയക്കെതിരെ വേൾഡ് കപ്പിൽ അവരുടെ ആദ്യ മത്സരം കളിക്കും. ഇനി ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്പെയിനിൻ്റെ കാര്യം നോക്കാം. സ്പെയിനിൻ്റെ ആദ്യ സന്നാഹ മത്സരം ജൂൺ 4-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 5 പുലർച്ചെ 12:30 സ്പെയിന് ഇറാഖുമായിട്ട് ഏറ്റുമുട്ടും. അത് കഴിഞ്ഞ് ജൂൺ 9 രാത്രി ഇന്ത്യൻ സമയം 7:30 സ്പെയിൻ പെറുവുമായിട്ട് ഏറ്റുമുട്ടും. അതാണ് അവരുടെ 2 സന്നാഹ മത്സരങ്ങൾ. പിന്നെ ജൂൺ 15 വേൾഡ് കപ്പിലെ അവരുടെ ആദ്യ മത്സരത്തിൽ അവർ കേപ്പ് വെർദെയുമായിട്ട് ഏറ്റുമുട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിസ്റ്റുകൾ ഈ വേൾഡ് കപ്പിൽ വലിയ രൂപത്തിൽ ഫേവറിറ്റുകളായിട്ട് കണക്കാക്കപ്പെടുന്ന ടീമായ ഫ്രാൻസിൻ്റെ സന്നാഹ മത്സരം ജൂൺ 4-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 5 പുലർച്ചെ 12:40 ഫ്രാൻസ് ഐവറി കോസ്റ്റുമായിട്ട് ഏറ്റുമുട്ടും. അതിനുശേഷം ജൂൺ 9 പുലർച്ചെ 12:40 ഫ്രാൻസ് നോർത്തേൺ അയർലൻഡുമായിട്ട് ഏറ്റുമുട്ടും. ഇതാണ് അവരുടെ 2 സന്നാഹ മത്സരങ്ങൾ. പിന്നെ നേരെ വേൾഡ് കപ്പിലെ ഹൈ പ്രൊഫൈൽ മാച്ചാണ് സെനഗലുമായിട്ട് ജൂൺ 17 പുലർച്ചെ 12:30 അവർ ഏറ്റുമുട്ടും. പിന്നെ ജർമ്മനി കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ മടങ്ങിപ്പോയ ജർമ്മനി ഇത്തവണ അതിനൊരു മാറ്റം വരുത്തും, മികച്ച പ്രകടനം നടത്തും എന്ന തരത്തിൽ തന്നെയാണ് വരുന്നത്. വേൾഡ് കപ്പിന് മുമ്പായിട്ട് അവർ 2 സന്നാഹ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ജൂൺ 1 പുലർച്ചെ എന്ന് പറഞ്ഞാൽ മെയ് 31-നാണ് കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 1 പുലർച്ചെ 12:15 അവർ ഫിൻലാൻഡുമായിട്ട് ഏറ്റുമുട്ടുന്നു. അത് കഴിഞ്ഞ് ജൂൺ 6 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ജൂൺ 7 പുലർച്ചെ 12 മണിക്ക് ജർമ്മനി USA ഏറ്റുമുട്ടും. ഇതാണ് അവരുടെ 2 സന്നാഹ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇനി സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇത്തവണ വലിയ പ്രതീക്ഷയിലാണല്ലോ വേൾഡ് കപ്പിന് വരുന്നത്. അപ്പോൾ അവരുടെ സന്നാഹ മത്സരങ്ങൾ എന്നാണ്? ജൂൺ 6-നാണ് അവരുടെ ആദ്യ സന്നാഹ മത്സരം. ചിലിക്കെതിരെ അവർ കളിക്കും. രാത്രി 11:15 ആ കളി. അതിനുശേഷം അവർ നൈജീരിയയുമായിട്ട് കളിക്കും. ജൂൺ 11 പുലർച്ചെ 1:15 ആ കളി നടക്കുന്നത്. അങ്ങനെ 2 സന്നാഹ മത്സരങ്ങൾക്ക് ശേഷം കോങ്കോയുമായിട്ട് വേൾഡ് കപ്പിലെ ആദ്യ മത്സരം ജൂൺ 17 രാത്രി അവർ കളിക്കും. ഇനി ഓറഞ്ച് വസന്തം കാത്തിരിക്കുന്ന അനവധി ആരാധകർ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയാം. അപ്പോൾ അവരുടെ സന്നാഹ മത്സരങ്ങളും നോക്കുകയാണ്. ആദ്യ സന്നാഹ മത്സരം ജൂൺ 3-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 4 പുലർച്ചെ 12:15 നെതർലൻഡ്സ് അൾജീരിയയുമായിട്ട് സന്നാഹ മത്സരം കളിക്കുന്നു. അത് കഴിഞ്ഞ് ജൂൺ 9 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 ഉസ്ബെക്കിസ്ഥാനുമായിട്ടും അവർ സന്നാഹ മത്സരം കളിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ജൂൺ 15 പുലർച്ചെ 1:30 അവരുടെ വേൾഡ് കപ്പ് മത്സരമായി. എതിരാളികൾ ജപ്പാനാണ്. ഏഷ്യൻ പ്രതീക്ഷയായ ജപ്പാൻ വേൾഡ് കപ്പിനും നല്ല രൂപത്തിൽ തന്നെയാണ് ഒരുങ്ങിപ്പോവാനിരിക്കുന്നത്. ഇപ്പോൾ നെതർലൻഡ്സുമായിട്ട് വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നതിന് മുമ്പ് അവർക്ക് 2 സന്നാഹ മത്സരങ്ങൾ അവരും ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ 2 സന്നാഹ മത്സരങ്ങളിൽ ആരോടൊക്കെയാണ് ജപ്പാൻ ഏറ്റുമുട്ടുന്നതെന്ന് നോക്കാം. ജപ്പാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ബ്രസീലിനെതിരെ നവംബറിൽ വിജയം നേടിയിട്ടൊക്കെ വരുന്ന ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വേൾഡ് കപ്പിനും ഒരുങ്ങി തന്നെയാണ് പോകുന്നത്. വേൾഡ് കപ്പിന് അവർ ഐസ്ലൻഡുമായിട്ട്
മെയ് 31 അവർ ഐസ്ലൻഡുമായിട്ട് സന്നാഹ മത്സരം കളിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ വേൾഡ് കപ്പിന് ഒരുങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ സൗത്ത് കൊറിയ ഏഷ്യയിലെ മറ്റൊരു വമ്പൻ ടീമാണ്. ആ ടീമിൻ്റെ സന്നാഹ മത്സരങ്ങൾ മെയ് 31 രാവിലെ 6:30 അവർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോക്കെതിരെ കളിക്കുന്നുണ്ട്. പിന്നെ ജൂൺ 4 പുലർച്ചെ 4:30 അവർ എൽ സാൽവഡോറുമായിട്ടും കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പിലെ ആദ്യ കളിയാണ് 12-ാം തീയതി ജൂൺ 12 സെച്ചിയക്കെതിരെ അവർ കളിക്കും. അപ്പോൾ ഇതാണ് പ്രധാന ടീമുകളുടെ സന്നാഹ മത്സരങ്ങളും മറ്റുമൊക്കെ. ഏതായാലും മികച്ചൊരു പോരാട്ടം തന്നെയാണ് ആരാധകർ ഈ വേൾഡ് കപ്പിൽ പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ട് ടീമുകളൊക്കെ നല്ലവണ്ണം ഒരുങ്ങാൻ പോവുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.